തുലച്ചടങ്ങുന്നുള്ള വാശി തന്നെയാ തല തിരിഞ്ഞവൻ. നേരെ ഇത്രയായിട്ടും വല്ല തലവട്ടം പോലും കാണുന്നില്ലല്ലോ നശിക്കാനായിട്ട് പറഞ്ഞവൻ. അച്ഛനാണല്ലോ. ഹലോ. എടാ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ എന്ത് കാര്യം ചെയ്യുന്നതും എന്നോട് ആലോചിച്ചു വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലടാ. എന്നിട്ട് എന്നോട് ചോദിക്കാതെ വന്ദനയും കൂട്ടി ആ ACPയെ കാണാൻ പോയത് എന്തിനാണെന്ന്. എനിക്ക് വേണ്ടി കൊലക്കൊറ്റ ഏറ്റെടുക്കാൻ മിണ്ടാപ്രാണിയായ വിനോദിനെ മാത്രമേ അച്ഛന് കിട്ടിയുള്ളൂ. അയാൾ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവനല്ല, അനാഥനുമല്ല. എന്റെ ഭാര്യ വന്ദനയുടെ കൂടപ്പിറപ്പാണ് അയാൾ. അതൊന്നും എനിക്കറിയില്ല, അതെനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ മോന്റെ ജീവിതം, അവന്റെ സുരക്ഷിതത്വം, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. എടാ, നീ ഇപ്പൊ സേഫാ. വെറുതെ ഓരോന്ന് ആ ACPയോടും വന്ദനയോടും വിളിച്ച് പറയരുത് മോനെ. എടാ, നിന്റെ നാശത്തിനുള്ള കുഴി നീ തന്നെ തോണ്ടരുതെന്ന്. ഇത് ആജ്ഞയല്ല, ഒരച്ഛന്റെ അപേക്ഷയാടാ. വേണ്ടച്ച, ഞാൻ സുരക്ഷിതനാണെന്നോ? നിരപരാധിയും നാക്കെടുക്ക പ്രാണിയുമായി ഒരാൾ എനിക്ക് വേണ്ടി അകത്ത് കിടന്ന് നരകയാതന അനുഭവിക്കുമ്പോൾ എനിക്കെന്ത് സുരക്ഷയാണച്ച? മനസാക്ഷിക്ക് ചങ്ങലപ്പൂട്ട് വീഴുന്നവന്റെ സുരക്ഷയ്ക്ക് എന്താണ് അർത്ഥം? അതുകൊണ്ട് എന്താണ് പ്രയോജനം? എടാ മക്കളെ, നീ അവിവേകൊന്നും കാണിക്കരുത്. ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേൾക്കാം. ഏയ്, അച്ഛനൊന്നും പറയണ്ട. ഇനി എന്താ വേണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം. ഹലോ ഹലോ ഹലോ, കട്ട് ചെയ്തോ? എന്റെ കാര്യം. സ്വിച്ച് ഓഫ്. ഈശ്വരാ. ഈശ്വര, അബോധാവസ്ഥയിൽ താലി കെട്ടിയ പുരുഷനെ ഒരിക്കലും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല ചന്ദ്രു. ജഗനെ മരുമകനായി കിട്ടിയതില് നമ്മൾ പുറമെ അഭിമാനിച്ചു. പക്ഷെ വെറുതെ ഒരു വിവാഹബന്ധം എന്ന തോന്നല് ഉള്ളിന്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു. അത് മാറിക്കിട്ടിയ അതിൽ പല ഒരു സന്തോഷം കിട്ടാനുണ്ടോ ചന്ദ്രു? വലിയ വലിയ ദുഃഖങ്ങൾ തരുന്ന ഭഗവാൻ ചെറിയൊരു ആശ്വാസം തരുന്നതായിരിക്കും. ദീമോളോടുള്ള ജഗന്റെ സ്നേഹം അല്പം പോലും കലർപ്പില്ലാത്തതാണെന്നുള്ള തിരിച്ചറിവ് വന്ദനയെ ഇത്ര പെട്ടെന്ന് ജഗനോട് അടുപ്പിച്ചത്. മറ്റാരുടെയോ കുട്ടിയാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെയാ ജഗൻ ദീമോളെ ഒരു രാജകുമാരിയെ പോലെ നോക്കുന്നത്. അതെ, വന്ദനയ്ക്ക് ദിയമോള് കാരണം ഒരു കുടുംബജീവിതം കിട്ടില്ലെന്ന് കരുതിയവനാ ഞാൻ. പക്ഷെ ആ ധാരണയൊക്കെ കാലം മാറ്റിയിരിക്കുന്നു. ഇനി ഈ വയസ്സുകാലത്ത് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ദിയമോൾക്ക് ഒരു അനുജനോ അനുജത്തിയോ കൂടി വരണം. വന്ദനയ്ക്ക് ജഗനിൽ പിറക്കുന്ന ഒരു കുഞ്ഞ്. മനോജിന്റെ കുഞ്ഞും വർഷയും വർഷയുടെ കുഞ്ഞും പോയില്ലേ? എല്ലാ നഷ്ടങ്ങളും നികത്താൻ ജഗന്റെയും വന്ദനയുടെയും ഒരു കുഞ്ഞ്, നമുക്കൊരു പേരക്കിടാവ്. എന്താ, അതിമോഹമായിപ്പോയോ ചന്ദ്രു? ഇല്ല, നമുക്ക് പ്രാർത്ഥിക്കാം മാധവേട്ട, കാത്തിരിക്കാം. പെണ്ണാണെങ്കി നമുക്ക് ആ കുഞ്ഞിന് വർഷാന്ന് പേരിടാം. അവൾക്ക് കൊടുക്കാൻ ബാക്കി വെച്ച സ്നേഹമൊക്കെ ആ കുഞ്ഞിന് കൊടുക്കാം. ജഗനെന്താ ഒരു വിഷമം?
കാര്യം പറ ജഗൻ. ഞാൻ വന്നത് ആ ആക്സിഡന്റ് കേസിലെ ചില തെളിവുകൾ തരാനാണ്. ആക്സിഡന്റ് കേസിൽ വിനുവേട്ടൻ നിരപരാധിയാണ്. രാജീവ്മേനോനുമായിട്ടുള്ള വന്ദനയുടെ കല്യാണ ദിവസമാണല്ലോ ആക്സിഡന്റ് നടന്നത്. കല്യാണ സമയത്ത് വിനുവേട്ടൻ ഓഡിറ്റോറിയത്തിലായിരുന്നു. അത് തെളിയിക്കുന്ന വീഡിയോസിന്റെ പെൻഡ്രൈവാണിത്. രാജീവ് മേനോന്റെ ആക്സിഡന്റ് സമയവും ഇതും നോക്കിയാൽ ഇടിച്ചിരുന്ന വണ്ടി ഓടിച്ചിരുന്നത് വിനുവേട്ടനല്ലാന്ന് മനസ്സിലാവും. കേസ് അന്വേഷണം ഒരു റോങ് ഡിറക്ഷനിലേക്കാണ് പോകുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട എവിഡൻസ് ആണ് ജഗൻ ഇപ്പോൾ കൊണ്ട് തന്നത്. താങ്ക് യു. രാജീവ് മേനോന്റെ മരണത്തിന് അതിന് കാരണക്കാരനായ കൊലയാളി